പ്രതിസന്ധികളോട് പൊരുതി സിവിൽ സർവീസ് തിളക്കത്തിൽ ശ്രീജ. ആദ്യ പരിശ്രമത്തിൽ തന്നെ 57ാം റാങ്ക്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നരുവാമൂട് സ്വദേശിനിയായ JS ശ്രീജ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ ആദ്യ പരിശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് കരസ്ഥമാക്കി ഈ മിടുക്കി നാടിന്റെ അഭിമാനമായി മാറി. അങ്ങേയറ്റം സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ശ്രീജ ഈ നേട്ടം കൈവരിച്ചത്. പിതാവ് ജയകുമാർ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. മകളുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ സ്വർണം പണയം വെച്ചും മറ്റും അവർ പണം കണ്ടെത്തി. പിതാവിന്റെ സൈക്കിളിലായിരുന്നു ശ്രീജയുടെ പല യാത്രകളും. തന്റെ വിജയത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ വലിയ ത്യാഗമുണ്ടെന്ന് ശ്രീജ വികാരാധീനയായി പറഞ്ഞു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹരിത വി കുമാർ സിവിൽ സർവീസിൽ 1ാം റാങ്ക് നേടിയ വാർത്തയാണ് ശ്രീജയുടെ ഉള്ളിൽ ആദ്യമായി ഈ മോഹം നാമ്പിടാൻ കാരണമായത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശ്രീജ അന്താരാഷ്ട്ര വിഷയങ്ങളോടുള്ള താല്പര്യം മുൻനിർത്തി ഇന്ത്യൻ ഫോറിൻ സർവീസ് തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബിരുദാനന്തര ബിരുദധാരിയായ മാതാവ് ഷീജകുമാരി തനിക്ക് ലഭിക്കാതെ പോയ അവസരങ്ങൾ മകൾക്ക് ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടെ പഠനത്തിൽ മകളെ സഹായിച്ചു. സഹോദരൻ ജ്യോതിഷ് ചെന്നൈ ലോയോള കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. സ്വന്തം വീടിന്റെ പണി പോലും പൂർത്തിയാക്കാതെയാണ് മകളുടെ പഠനത്തിനായി ഈ കുടുംബം പണം മാറ്റിവെച്ചത്. ആ ത്യാഗത്തിനുള്ള മധുരമായ പ്രതിഫലമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഈ ഉന്നത റാങ്ക്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.